നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇതിൽ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1 ഉണ്ണിക്കണ്ണൻ, 2 സാക്ഷാൽ ശ്രീ മുരുക ഭഗവാൻ, 3 മൂകാംബിക ദേവി. ഈ 3 ചിത്രങ്ങളിൽ നിന്നും ഒരെണ്ണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളെക്കുറിച്ച് ഒരു രഹസ്യമുണ്ട്. നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചറിയാം. മനസ്സിൽ ഒരു ആഗ്രഹം ചിന്തിക്കുക. അത് എത്രമാത്രം നടക്കാൻ സാധ്യതയുണ്ട്, നടക്കുമോ, അതല്ലെങ്കിൽ അതിന് ഏതെങ്കിലും വിധേന തടസ്സങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ വ്യക്തമായി അറിയുവാൻ സാധിക്കും. നമ്മുടെ ഭൂതം, ഭാവി എന്നിവ അറിയാൻ ഏറ്റവും ഫലവത്തായ ഒരു ദിവ്യശാസ്ത്രമാണ് തൊടുകുറി ശാസ്ത്രം. സകല ശാസ്ത്രത്തിലും അഗ്രഗണ്യനും പണ്ഡിതനും ആയിരുന്ന സഹദേവ രാജകുമാരൻ്റെ ഈ തൊടുകുറി ശാസ്ത്രത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിൽ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് നോക്കുക. സകല ദുഃഖങ്ങൾക്കും അറുതി വരുത്തുന്ന സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണനെ പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. തൻ്റെ ഭക്തരുടെ ഏതൊരാഗ്രഹവും സാധിച്ചു കൊടുക്കുവാൻ എപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടാവും ഉണ്ണിക്കണ്ണൻ. 2 മുരുക ഭഗവാനാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനും ഉയർച്ചയാണ്. പ്രത്യേകിച്ച് സന്താനങ്ങളുടെ കാര്യത്തിലും സന്താന ഭാഗ്യത്താലും വീട്ടിലെ ദുഃഖ ദുരിതങ്ങൾ ഒഴിയുവാനും കച്ചവടങ്ങൾ വർദ്ധിക്കാനും ഒക്കെ മുരുക ഭഗവാനെ ആശ്രയിക്കാറുണ്ട്. മുരുക ഭഗവാൻ അതിൻ്റെ വഴി കാട്ടാറുമുണ്ട്. 3ാമത്തെ ചിത്രം മൂകാംബിക ദേവിയുടെയാണ്. അമ്മ വിളിച്ചാൽ വിളി കേൾക്കും. അത്രയ്ക്ക് ശക്തിയാണ് മൂകാംബിക ദേവി. ഈ 3 ചിത്രങ്ങളിൽ ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമായി നമുക്കറിയാം. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് തൊടുകുറി ശാസ്ത്രം. നിമിത്തമാണ്. നടക്കുമോ നടക്കില്ലയോ എന്ന് വ്യക്തമായി അറിയുവാൻ സാധിക്കും. അപ്പോൾ ഒരു നിമിഷം നിങ്ങൾ ഈ 3 ചിത്രങ്ങളിൽ നിന്നും ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഉണ്ണിക്കണ്ണൻ, മുരുക ഭഗവാൻ, മൂകാംബിക ദേവി. 3 പേരും ശക്തരാണ്. ഈ 3 ചിത്രങ്ങളിൽ നിന്നും ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുത്തുവല്ലോ. ഇനി നിങ്ങളുടെ കാര്യം നടക്കുമോ നടക്കില്ലയോ എന്ന് നമുക്കറിയാം. ആദ്യത്തെ ചിത്രം മൂകാംബിക ദേവി. മൂകാംബിക ദേവിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം സാധ്യമാകും. തീർച്ചയായും അത് നടന്നിരിക്കും. ആലോചിച്ച് ചെയ്യണം. നന്മ ഒരുപാടുണ്ടാകും. ഏതുവിധ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും പരോപകാരം ചെയ്യുന്നതിൽ ഉപേക്ഷ വിചാരിക്കരുത്. സൂക്ഷിച്ച് ചെയ്യണമെന്നർത്ഥം. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ കരുതിയത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. അതിന് എത്രമാത്രം താമസം ഉണ്ട് എന്ന് ചോദിച്ചാൽ 3 മുതൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നു കിട്ടിയിരിക്കും. അമ്മ മൂകാംബിക ദേവിയെ തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യവാൻ തന്നെയാണ്. തൊടുകുറി ശാസ്ത്രത്തിൽ അങ്ങനെ തന്നെ പറയുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്തത് നടക്കും എന്നതിനെ സൂചിപ്പിക്കുന്നു. അതിന് യാതൊരുവിധ കഷ്ടനഷ്ടങ്ങളും ഉണ്ടാകില്ല. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാലും നിങ്ങളത് നടത്തിയിരിക്കും. അത് എന്തു തന്നെയാണെങ്കിലും അത് നടക്കുവാൻ വേണ്ടിയിട്ട് 3 മുതൽ 6 മാസം വരെ സമയമെടുത്തേക്കാം. അമ്മയെ പ്രാർത്ഥിക്കുക, മുന്നോട്ട് പോവുക. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഐശ്വര്യത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെ കഷ്ടനഷ്ടങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകുന്ന സമയം. ദുരിതങ്ങൾ ഒക്കെ അവസാനിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന നിങ്ങളിൽ കാണുന്നു. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടിയിരിക്കും. ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത്. അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും. മൂകാംബിക ദേവിയെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്ത ചിത്രത്തെ തിരഞ്ഞെടുത്തവരെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇപ്പോൾ തന്നെ നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി, ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. അടുത്ത ചിത്രം മുരുക ഭഗവാനാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ വിളിച്ചാൽ വിളി കേൾക്കാതിരിക്കില്ല. അത്രയ്ക്ക് ശക്തിയാണ്, അത്രയ്ക്ക് പവറാണ്. മുരുകനെ തിരഞ്ഞെടുത്ത നിങ്ങൾ എന്തുകൊണ്ടും ഭാഗ്യവാനാണ്. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം ഉടൻ നടക്കാൻ പോകുന്നു.
നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം യാതൊരു തടസ്സവുമില്ലാതെ ഉടൻ നടന്നിരിക്കും. അതിലൊരു തടസ്സവും കാണില്ല. നിങ്ങൾ തൊട്ടിരിക്കുന്നത് മുരുക ഭഗവാനെയാണ്. ആയതിനാൽ വിചാരിച്ച കാര്യം ജയമാകും. നിങ്ങളുടെ ഗ്രഹസ്ഥിതി നന്നായിരിക്കുന്നുണ്ട്, ധനലാഭമുണ്ട്, യാതൊരു കുറവും ഇല്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. നല്ല ഫലങ്ങൾ ഉള്ള ആളാണെങ്കിലും ദാനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നില്ല. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ആരെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകുക. നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം തീർച്ചയായും അത് വളരെ പെട്ടെന്ന് നടക്കും. നിങ്ങൾ ഭാഗ്യവാനാണ്. വിജയത്തിലേക്ക് പോകുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. തീർച്ചയായും മുന്നോട്ട് തന്നെ കുതിക്കുക. മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം അത് എന്തു തന്നെയാണെങ്കിലും അത് നിങ്ങളെ സംബന്ധിച്ച് നടന്നു കിട്ടുന്ന സമയമാണ്. ഉറപ്പായും നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നു തന്നെ കിട്ടും. അടുത്ത ചിത്രം ഉണ്ണിക്കണ്ണനാണ്. ഉണ്ണിക്കണ്ണനെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ചില കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാം. ഈ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാലും നിങ്ങൾ വിചാരിച്ച കാര്യം നേടിയെടുത്തിരിക്കും. നിങ്ങൾ തൊട്ടത് ഉണ്ണിക്കണ്ണനെ ആയതിനാൽ മനോവിചാരം തീർന്നു. ജയകാലം തുടങ്ങിയിരിക്കുന്നു. ഗ്രഹസ്ഥിതികൾ നന്നായിരിക്കുന്നുണ്ട്. ധനലാഭം വന്നുചേരും. ജാഗ്രതയോടെ ഇരിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അഹങ്കാരം ഒരിക്കലും ഉണ്ടാവരുത്. ഒരാളെയും തരം താഴ്ത്തുവാൻ ശ്രമിക്കരുത്. നല്ലൊരു അവസരം നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ആ ഒരു അവസരം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ഉണ്ണിക്കണ്ണനെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ഇനി ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. അതിൽ എത്രമാത്രം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാലും നിങ്ങൾ വിജയിക്കും. ഉറപ്പായ കാര്യമാണ്. ഇതിൽ ഒരു സംശയവും വേണ്ട. ഉണ്ണിക്കണ്ണനെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ഭാഗ്യമാണ്. നിങ്ങളുടെ ദുഃഖങ്ങൾ ഒഴിയും. സങ്കടങ്ങൾ ഒക്കെ മാറിക്കിട്ടും. നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യതയുണ്ടാകും. ധാരാളം ധനം വന്നു ചേരും. നിങ്ങൾ എന്തിലാണോ കണ്ണു വെച്ചിരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. അതും വൈകാതെ, വളരെ പെട്ടെന്ന്. കഷ്ടനഷ്ടങ്ങൾ ആദ്യം കുറച്ചൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. എങ്കിലും നിങ്ങൾ തളരരുത്. ആ ഒരു കാര്യം, നിങ്ങൾ മനസ്സിലുദ്ദേശിച്ച ആ ഒരു കാര്യം നിങ്ങൾ നിറവേറ്റണം എന്നുള്ള പ്രാർത്ഥനയുമായി മുന്നോട്ട് പോകുക. ഉണ്ണിക്കണ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ക്ഷേത്രദർശനം നടത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. ഉറപ്പാണ്. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഉണ്ണിക്കണ്ണനെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ശരിയായ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോകുകയാണ്. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. നിങ്ങൾ വിചാരിച്ച കാര്യം നേടിയെടുത്തിരിക്കും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, നന്മയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. മറ്റൊരാളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം. ചാനൽ ഇഷ്ടമാകുന്നു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.